വെൽക്കം ടു ബുദ്ധ സ്ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എടപ്പള്ളി അമൃത ഹോസ്പിറ്റലിൽ നിന്ന് വെറും 4.5 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല പ്രൊജക്റ്റിനുള്ളിലായിട്ടാണ്. ഈ ഒരു വില്ല പ്രൊജക്റ്റിനുള്ളിൽ ഇപ്പോൾ 3 വീടുകളാണ് കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കിയിട്ടുള്ളത്. അതിൽ 2 വീടുകൾ ഓൾറെഡി സോൾഡ് ഔട്ടായി. ഇനി ഈ ഒരു വീട് മാത്രമാണ് അവൈലബിൾ ആയിട്ട് ഉള്ളത്. 3 സെൻറ്റ് 300 ലിങ്സ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി റൂമോടും കൂടിയാണ് ഈ ഒരു വീട് വരുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമ്പിനേഷൻ എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ പെയിൻറ്റും ടെക്സ്ചർ വർക്കുകളും ക്ലാഡിംഗ് ടൈല് സ്പോട്ട് ലൈറ്റും ഉൾപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത്. 3.5 മീറ്ററോളമാണ് ഇവിടെ റോഡിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഇൻ്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ടെക്സ്ചർ വർക്കുകൾ കൂടി കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. കൂടാതെ ഒരു വിക്കറ്റ് ഗേറ്റും നൽകിയിട്ടുണ്ട്. 4.8 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് വന്നിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസും ടൈലും നൽകിയിട്ടുള്ള ഒരു മുറ്റത്തേക്കാണ്. എലിവേഷൻ പടിഞ്ഞാറ് ദർശനമായും മെയിൻ ഡോർ വടക്ക് ദർശനമായും വരുന്ന ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. കവേർഡ് കാർ പാർക്കിങ്ങിന് 13 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. കോർണറിലായിട്ട് ഒരു പില്ലറും നൽകിയിട്ടുണ്ട്. കൂടാതെ പവർ പോയിന്റും വരുന്നുണ്ട്. കാർ പോർച്ചിൻ്റെ ബാക്ക് സൈഡിലായിട്ടുള്ള വാൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് വീടിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ 8.5 അടിയോളമാണ് വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തും ആർട്ടിഫിഷ്യൽ ഗ്രാസും ടൈലും തന്നെയാണ് വരുന്നത്. ഈ വീട്ടിൽ വാട്ടർ കണക്ഷനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്ത് മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. അത്യാവശ്യം സ്പേസ് നൽകി തന്നെയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 3.5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തും മെറ്റൽ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 4.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തും മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ സൈഡിലായിട്ട് ഒരു ടാപ്പ് പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ടാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 5.5 അടിയിലേറെ നീളവും 5 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. സിറ്റ് ഔട്ടിന് 2 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ബാക്ക് സൈഡിലായിട്ടുള്ള വാളിൽ ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിരിക്കുന്നത്. സെയിം ടെക്സ്ചർ പെയിൻറ്റ് തന്നെയാണ് കാർ പോർച്ചിൻ്റെ വാളിലും വന്നിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റും പ്രൊഫൈൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ 2 വലിയ ഹാൻഡിലുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 12.5 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയും സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വലുപ്പമുള്ളൊരു L ഷേപ്പ് കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളിനുമുള്ള സ്പേസ് നമുക്ക് ഈ ലിവിംഗ് സ്പേസിൽ ലഭിക്കുന്നുണ്ട്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ പഴയ മച്ചിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ വുഡൻ ടെക്സ്ചറിലുള്ള സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് അതിൽ സ്പോട്ട് ലൈറ്റും LED ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈസ്റ്റ് സൈഡ് വോളിലായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ ലൂവർഡ് ഡിസൈനിലുള്ള പാനലിംഗ് ഒക്കെ നൽകി താഴെയായിട്ട് ഓപ്പൺ ബോക്സും സ്റ്റോറേജും നൽകിയിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് വന്നിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ അവിടെയും ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു പാനലിംഗ് വർക്ക് നൽകി അതിൽ സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. അതിനുശേഷം സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടറിൻ്റെ താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പുറകിലായിട്ട് ടൈലും പാനലിങ്ങുമാണ് ചെയ്തിരിക്കുന്നത്. സൊമനയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. 14 അടിയിലേറെ നീളവും 8.5 അടി വീതിയുമുള്ള ഈ ഒരു ഡൈനിങ് സ്പേസിൽ ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് വരുന്നത്. മുകളിലായിട്ട് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഒരു സൈഡിലേക്ക് മാറി ഒരു ക്രോക്കറി യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ LED ലൈറ്റും പ്രൊഫൈൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്.
ഈ വീട്ടിൽ വി ഗാർഡിൻ്റെ വയസ്സും എല്ലീസിൻ്റെ സ്വിച്ചസുമാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണിലുള്ള ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. അവിടുന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള പാനലിൽ ഭംഗിയുള്ള സ്പോട്ട് ലൈറ്റുകളും ഹാങ്ങിങ് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. മുകളിലായിട്ട് CNC കട്ടിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു കിച്ചണിന് 10 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഈസ്റ്റിലേക്ക് തന്നെ 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസും ഓപ്പൺ ബോക്സും ഒക്കെ കൊടുത്തിട്ടുള്ള ഈ ഒരു കിച്ചണിന് കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. വലുപ്പമുള്ള അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു സിങ്ക് നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും LED ലൈറ്റും കൊടുത്തിട്ടുള്ള ഈ ഒരു കിച്ചണിന് സൗത്ത് സൈഡ് വോളിലായിട്ടാണ് ഫ്രിഡ്ജിനുള്ള ഓപ്ഷൻ വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്കും ഈസ്റ്റിലേക്കും 2 സിംഗിൾ ഡോർ വിൻഡോകൾ വീതമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. ബെഡിൻ്റെ ഹെഡ് സൈഡിൽ മുകളിലായിട്ട് സീലിംഗിൽ സ്പോട്ട് ലൈറ്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. സോമനയുടെ വാട്ടർ ക്ലോസറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിന് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റും നൽകി എക്സ്ഹോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെയറിലേക്ക് വരുമ്പോൾ ആദ്യമായി കാണുന്നത് വെസ്റ്റ് സൈഡിലേക്കുള്ള ഒരു 2 ഡോർ വിൻഡോയാണ്. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും SS ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ നോർത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഗ്രിൽ ഡോർ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് യൂട്ടിലിറ്റി റൂം അല്ലെങ്കിൽ സ്റ്റഡി റൂമാണ് വന്നിരിക്കുന്നത്. പിന്നീട് നമ്മൾ ബാൽക്കണിയുടെ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14 അടിയോളം നീളവും 9 അടി വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 2 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. സോമനയുടെ വാട്ടർ ക്ലോസറ്റാണ് ഈ ഒരു ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിനും ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റുമാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു 4 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടും കുറച്ച് സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഒരു വാൾഡ്രോബ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. വാട്ടർ ക്ലോസറ്റ് സോമനയുടെ തന്നെയാണ് വന്നിരിക്കുന്നത്. സീലിംഗിൽ LED ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും നൽകി ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സ്റ്റഡി റൂം അല്ലെങ്കിൽ യൂട്ടിലിറ്റി റൂം വരുന്നത്. 8 അടിയോളം നീളവും 7 അടിയോളം വീതിയുമാണ് ഈ ഒരു റൂമിന് ഉള്ളത്. നോർത്തിലേക്ക് ഒരു ഗ്രിൽ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി വാഷിംഗ് മെഷീനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ ബാൽക്കണി വരുന്നത്. 15 അടിയോളം നീളവും 7 അടിയോളം വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ SS ഗ്ലാസ് ഉപയോഗിച്ചാണ് വരുന്നത്. ഗ്ലാസിൻ്റെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. കൂടാതെ നൽകിയിരിക്കുന്ന 2 പില്ലറുകളും ടെക്സ്ചർ പെയിൻ്റൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ LED ലൈറ്റും പ്രൊഫൈൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്.
ഈ വീട്ടിൽ നിന്ന് എടപ്പള്ളി അമൃത ഹോസ്പിറ്റലിലേക്ക് 4.5 കിലോമീറ്റർ, ലുലു മോളിലേക്ക് 6 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്റർ, ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് 8 കിലോമീറ്റർ, കുസാറ്റ് മെട്രോ സ്റ്റേഷനിലേക്ക് 4.2 കിലോമീറ്റർ, കളമശ്ശേരിയിലേക്ക് 8.5 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 9 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസായി വരുന്നത്. 3 സെന്റ് 300 മിക്സ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി റൂമോടും കൂടിയ ഈ ഒരു വീടിന് ചോദിക്കുന്നത് 73 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിന്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.